ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സാരി ബ്ലൗസിൽ നിന്ന് അളവെടുക്കാനാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ ബാക്ക് വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ചുളിവുകളില്ലാതെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് കറക്റ്റായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നിവർത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് നോക്കേണ്ടത്. നമുക്കിവിടെ 13 ഇഞ്ചാണ് ഈ സാരി ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 13 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടി അടയാളപ്പെടുത്താം. അത് ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ് ആ ലെങ്ത്ത് കിട്ടുന്നത് നമുക്ക്. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആം ഹോൾ റൗണ്ടും നമ്മൾ ബാക്കിൽ നിന്നാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ അളവെടുക്കുന്നതും നമ്മൾ ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് താഴത്ത് ആം ഹോളിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെയുള്ള ആ ഒരു അളവാണ് 8.5 ഇഞ്ചാണ് നമുക്കിവിടെ അളവ് കിട്ടുന്നത്. അത് കറക്റ്റായിട്ട് നിവർത്തി വച്ചതിന് ശേഷം വേണം ചുളിവുകളില്ലാതെ അളവെടുക്കാൻ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. സ്ലീവിൻ്റെ താഴത്തെ ലൂസ് എടുക്കാൻ നേരത്ത് നമ്മൾ ഒരിക്കലും ഈ സാരി ബ്ലൗസിൻ്റെ മുകളിലെ വശത്തു നിന്ന് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 5.25 നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മറുവശത്തു നിന്ന് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ 4 ഇഞ്ച് കുറവായിരിക്കും നമ്മൾ പുറമെ വശത്തു നിന്ന് എടുത്താൽ. അപ്പോൾ ഇവിടെ 5.5 കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സ്ലീവിൻ്റെ നമുക്ക് അടിയിലെ ലൂസ് എടുക്കുമ്പോൾ അകത്തെ ഭാഗത്തുനിന്ന്, അതായത് നമ്മൾ ഇത് സ്ലീവ് ക്ലോസ് ചെയ്ത ഭാഗത്തുനിന്ന് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഇനി വേണ്ടത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഒരു അളവ് കൂടി എടുക്കാനുണ്ട്. നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് അത് കറക്റ്റായിട്ട് നെക്കൊക്കെ കറക്റ്റായിട്ട് വിരിച്ചിട്ടതിന് ശേഷം ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തു നിന്നല്ല ഷോൾഡറിൻ്റെ അളവ് എടുക്കേണ്ടത്. നമുക്കകത്ത് തയ്യൽ തുമ്പ് എത്ര 1/2 ഇഞ്ചാണ് ഇട്ടതെങ്കിൽ ആ ഭാഗത്തു നിന്ന് ഇപ്പുറം തയ്യൽ തുമ്പ് വരെയുള്ള തയ്യൽ തുമ്പ് പോയിരിക്കുന്ന നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടല്ലോ, ആ ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നെക്ക് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് അപ്പുറം 1/2 ഇഞ്ചാണ് നമുക്ക് അവിടെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം. ഇപ്പുറം സൈഡും 1/2 ഇഞ്ച്, അപ്പോൾ 10 ഇഞ്ചാണ് ഈ ബ്ലൗസിൻ്റെ ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിരിക്കണം. മറക്കാതെ നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി എടുക്കണം. അതിന് ശേഷം ഇത് നമ്മൾ മെറ്റീരിയലിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പകുതി 5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു നെക്കിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഇവിടെ ഒരു 4.5 കിട്ടുന്നുണ്ട്. 4.5യുടെ പകുതിയാണ് നമുക്കപ്പോൾ മെറ്റീരിയൽ അടയാളപ്പെടുത്തേണ്ടത്. 2.25 അടയാളപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്കിൻ്റെ ഫ്രണ്ട് വശത്തു നിന്നാണ് അളവുകൾ എടുക്കാനുള്ളത്. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ആദ്യം നമുക്ക് ഹുക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അങ്ങ് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് ഇവിടെ 6 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ നടുവശത്തായിട്ട് തന്നെ പിടിച്ചിട്ട് വേണം ടക്കിൻ്റെ അളവ് എടുക്കാനായിട്ട്. നമുക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഒരുപാട് വലിച്ചൊന്നും പിടിക്കണ്ട, അതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് നോക്കിയാൽ മതി. കറക്റ്റ് 8.5 ഇഞ്ചാണ് മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അതിനുശേഷം മെയിൻ ടക്കിൽ നിന്ന് നമ്മുടെ ഹുക്ക് ഇടുന്ന ആ ഭാഗം വരെയുള്ള വീതി അത് നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. എന്നാലാണ് നമ്മൾ 2 സൈഡിലും ബോഡിയിൽ നിന്നാണെങ്കിൽ നമ്മൾ 2 സൈഡിലും ബ്രസ്റ്റിൻ്റെ അകലം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് മെയിൻ ടക്കിൽ നിന്ന് ഈ ഹുക്ക് ഇടുന്ന ആ ഭാഗം വരെയുള്ള അളവ് വരുന്നത് നമുക്ക് 3.25 അതും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം മെയിൻ ടക്കിൽ നിന്ന് സൈഡ് ടക്കിലേക്ക്, ഹുക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു ടക്ക് വരുന്നുണ്ടല്ലോ, ആ ടക്കിലേക്ക് നമുക്ക് 1.25 ഇവിടെ അകലം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൽ നിന്ന് ഒരു ടക്ക് നമ്മുടെ മെയിൻ ടക്കിലേക്ക് ഉള്ള അകലമാണ് നോക്കേണ്ടത്. അവിടെ 2 ഇഞ്ചാണ് അകലം കിട്ടിയിരിക്കുന്നത്. ആ 2 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ തുണിയിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 4ാമതൊരു ടക്ക് നിങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറ സൈഡ് ടക്ക് കൊടുത്ത് 1.25 ആ വീതി എത്രയാണോ അത്രയും തന്നെയാണ് ഞാൻ 4ാമത്തെ ടക്കിന് വീതി കൊടുക്കുന്നത്. ഇനി നമുക്ക് അകത്ത് മെയിൻ ടക്കിൻ്റെ വീതി എത്രയാണെന്നാണ് നോക്കേണ്ടത്. അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. 1 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്. അത് ഓരോ ബ്രസ്റ്റിൻ്റെ അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ വീതി കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കുന്നത്.
ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. ഇനി ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അത് ഈ ഹുക്ക് വരുന്ന ഭാഗത്തുനിന്ന് വേണം ചെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവും ഹുക്ക് വരുന്ന പടിയിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ ആയി വയ്ക്കുന്ന പടി നമ്മൾ എക്സ്ട്രാ അടിച്ചു പിടിപ്പിക്കുന്നതാണ്. അത് ഈ ഇതിൻ്റെ അളവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. 30.25 നമുക്കിവിടെ വേസ്റ്റിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അടിച്ചു പിടിപ്പിക്കുന്ന പടി നമുക്ക് ഇതിനകത്ത് അളവിൽ പെടുന്നതല്ല. അപ്പോൾ അത് പ്രത്യേക ഓർമ്മ വേണം. ഇനി നമ്മൾ അടുത്ത അളവ് നമുക്ക് വേണ്ടത് ഷോൾഡർ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അളവാണ് 2.25 ഷോൾഡർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ ഒരു വഞ്ചി ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് 3 ഇഞ്ചാണ് ഇവിടെ നമ്മൾ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പർ സൈഡിൽ 2.25. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചാണോ നമ്മൾ അടിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തയ്യൽത്തുമ്പുകളെല്ലാം കൂട്ടി ഇടണം. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കൂടെയും നമ്മൾ തയ്യൽത്തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം, വേസ്റ്റിൻ്റെ കൂടെയും മാർക്ക് ചെയ്യണം. ഇത് ഒന്നും മറക്കരുത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ബ്ലൗസ് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് ഇത് ചെയ്യണമെന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.